പ്രശസ്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അമാവാസി എന്ന കവിത. പീഡാനുഭവങ്ങളുടെ തിക്തകാമ്പം കുടിച്ചോളർന്ന ഒരു മകൻ്റെ അതിതീക്ഷ്ണമായ വൈകാരിക സംഘർഷങ്ങളാണ് സ്ഥൂലപ്രമേയം. മൃതിയിൽ വിരൽ മുക്കി കൃഷ്ണപക്ഷത്തിൻ സിരാപടലം പകർത്തുക ഭാഗവത്രത്തിൽ ഒട്ടുകിണ്ടിയിൽ കണ്ണീർ മുട്ടിയ ബാല്യം തൊട്ടേ രാപ്പകലുകളെന്റെ ചോരയെ കഥയുമ്പോൾ പൊന്തിയവാളും ജ്വാലാകുംഭവും മണ്ണിൻ കറകാച്ചിയ വാക്കും ആദികവിയും നീയാണല്ലോ, ആദികവിയും നീയാണല്ലോ. കണ്ടു കണ്ടിരുന്നൊരന്തിയിൽ അമ്മയ്ക്കുള്ളിൽ ചെമ്പുകുട്ടകത്തിലെ പുന്നല്ലു തിളയ്ക്കുമ്പോൾ കരകോരിയ കൈകൾ കൊണ്ടവൾ കനിഞ്ഞെന്റെ മുറിവായകൾ തോറും മുജ്ജന്മമുണർത്തുമ്പോൾ നിനക്കു കൊമ്പും കുലചിഹ്നവും കൊടുങ്കാറ്റു കുലച്ച കടലിന്റെ പേശിയും പ്രതാപവും അമ്മ തുള്ളിയ വലം തുടയെത്തിണ്ടാൻ വയ്യ, കണ്ണിലെ സർപ്പക്കളമുണ്ണിക്കു മായ്ക്കാൻ വയ്യ, മുള്ളുമുറ്റിയ മുഖം നെഞ്ചിൽ നിന്നൂരാൻ വയ്യ. മകരം മരങ്ങളിലോർമ്മകൾ പൊഴിച്ചാലും പകരം സ്വപ്നത്തിൻ്റെ പച്ചകൾ പൊടിച്ചാലും നിന്റെ ചൂരലിൽ നീലപ്പാടുകൾ തിണർത്തതാണ് എൻ്റെ കൈപ്പടയെന്നും നിന്റെ കോപത്തിൽ ലോഹലായി നീരിയുണ്ടെൻ്റെ തൊണ്ടയിൽ. പറയാം സ്നേഹം പൊറാഞ്ഞമ്മയെ കൊല്ലാൻ കത്തും വിറകിൻ കൊള്ളിക്കാഞ്ഞ പാപിതൻ കടം കഥ. പറയാം ദുഃഖത്തിലേക്കാദ്യപുത്രനെ തള്ളാനരുതാതെ പെണ്ണിൻ ഗർഭമൂറ്റിയ കഥ. കഥയാൽ തടുക്കാമോ കാലത്തെ വിശക്കുമ്പോൾ തണുത്ത തലച്ചോറേയുണ്ണുവാനുള്ളുകയിൽ, വിശക്കുമ്പോൾ തണുത്ത തലച്ചോറേയുണ്ണുവാനുള്ളുകയിൽ. കഷ്ടരാത്രികൾ കാളച്ചോര കേഴുമിയോടവക്കിൽ വെച്ചുപോ നഷ്ടനിദ്രകൾ, മുതുകല്ലു പൊട്ടിയ നിരത്തിന്റെ മൂർച്ചകൾ, അത്താഴത്തിൽ കുഷ്ഠരോഗത്തിൻ കുപ്പിച്ചില്ലുകൾ, ശിഖണ്ഡിയെപ്പെട്ട പേക്കിനാവിന്റെ ഈറ്റുമോ വാറും മുമ്പേ പ്രജ്ഞയിൽ കാമാർത്തന്റെ വീർപ്പുകൾ വിഴുപ്പുകൾ, പട്ടിനക്കിയ പിണ്ടം പോലെ പാഴാവുന്നച്ച നിത്യവും ജന്മം. പട്ടിനക്കിയ പിണ്ടം പോലെ പാഴാവുന്നച്ച നിത്യവും ജന്മം. നരകാഗ്നിയും പുരുഷാർത്ഥം നെറ്റിയിൽ കാക്ക കാലുകാച്ചിയും ചെറുവിരൽ കൊത്തിയും ഈറൻ മുണ്ടു ചുറ്റിയും സ്വന്തം ചിതാഭസ്മത്താൽ ത്രിപുണ്ഡങ്ങൾ ചാർത്തിയും കെടാത്ത നിൻ പുത്രശോകത്തിൽ ചുട്ട നാരായം നെറുകയിലാഴ്ത്തിയും പാതാളത്തിലേക്ക് ഞാൻ പിരിയുമ്പോൾ നീ തിരിച്ചെടുക്കുകീ വിൽപത്രം. എനിക്കിതിൽ നീക്കി വെച്ചൊരീ അർത്ഥം അക്ഷരം ഭിക്ഷാപാത്രം.
നവമാധ്യമങ്ങളുടെ സംസ്കാര നിർമ്മിതി എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്കാരമെന്ന് പറയുന്നത് മനുഷ്യനെ ജന്മസിദ്ധമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. ജന്മസിദ്ധമായി ഉരുത്തിരിഞ്ഞു വരുന്ന സംസ്കാരം നമ്മുടെ പരിസരത്തുള്ള ഗ്രൂപ്പുകളുടെയും നമ്മൾ ഇടപെടുന്ന മേഖലകളുടെയും സ്വാധീനത്തിന് ഫലമായിട്ട് ഭാവിയിൽ കരുപ്പിടിക്കപ്പെട്ടേക്കാം, മാറ്റപ്പെട്ടേക്കാം. അത്തരം മാറ്റപ്പെടുന്ന സംസ്കാരത്തിൽ നമ്മുടെ നവമാധ്യമങ്ങൾക്ക് ശക്തമായൊരു പങ്ക് ഉണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് നമ്മൾ ബോധ്യപ്പെടുന്നത്. നമ്മൾക്ക് സോഷ്യൽ മീഡിയ രംഗത്ത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ത്രെഡ് തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വിവിധങ്ങളായ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അത് അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ അനുഭവം. നമുക്കറിയാം, ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാം. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു AI നിർമ്മിത സോഷ്യൽ മീഡിയ ഒരു അവതരണത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനകം നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു സ്ത്രീ, ആ മുഖ്യമന്ത്രിയാണെങ്കിൽ വളരെ ഒറിജിനലിന് വെല്ലുന്ന ഒരു AI സൃഷ്ടിയാണ് ആ മുഖ്യമന്ത്രി, ശ്രീ പിണറായി വിജയൻ. ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഈ മുഖ്യമന്ത്രിയോട് വളരെ പരുഷമായി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തുണിയില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയുകയാണ്. അത്തരത്തിൽ ഒരു പ്രചരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പ് മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികൾ AI നിർമ്മിതമായ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാണും. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റം, നമ്മുടെ വ്യക്തിപരമായി ഉണ്ടാക്കുന്ന മാറ്റം, ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമൊക്കെ തന്നെ വളരെ അടിവരയിട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ അതിനെ ഉദാഹരിച്ചത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ദൈനംദിനം ആയിരക്കണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ അഭിപ്രായം പറയുന്നവരാണ്. പക്ഷേ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം പലർക്കും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീമാജി നായർ എന്ന് പറയുന്ന സിനിമാ നടി ഒരു പോസ്റ്റ് ഇട്ടു, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതിന് താഴെ നമ്മൾ കുറേ പ്രൊഫൈലുകളിൽ നിന്നും വന്ന കമൻറ്റുകൾ തിരിച്ച് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത ദിവസം 2 ദിവസം മുമ്പ് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇട്ട ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ, ഈ കമൻറ്റുകളൊക്കെ തന്നെ നമ്മൾ സ്വയം ആർജിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മളിലേക്ക് ഈ സൃഷ്ടിക്കപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയ ആശയങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന സഡൻ അറ്റാക്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതിരോധം എന്നുള്ളൊരു തരത്തിലാണ് പലപ്പോഴും ഈ കമൻറ്റുകളൊക്കെ തന്നെ വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ കാത്തു സൂക്ഷിക്കുന്നതിന് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മളെ ഓരോ പൗരനും നിലവാരമുള്ള ഒരു മാധ്യമപ്രവർത്തകനായി, സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകനായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇടപെടുന്ന മേഖലകൾ, ഒരു കവിത ചൊല്ലിക്കഴിഞ്ഞാൽ ആ കവിത ഏത് തരം കവിതയാണ് നമ്മിലേക്ക് എത്തുന്നത്, നമ്മിലേക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്നൊരു കവിത എന്ത് ബോധമാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളത് അറിയാതെ തന്നെ നമ്മുടെ ബോധ നിലവാരത്തിൽ മാറ്റം വരുത്തുവാൻ ഉതകുന്ന തരത്തിലേക്കുള്ള, നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റപ്പെടുന്ന ആശയങ്ങളുടെ ഒരു നിർമ്മിതിയായി സോഷ്യൽ മീഡിയ ലോകം ഇന്ന് മാറിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടികളടക്കമുള്ള, നമ്മുടെ ചെറു കുട്ടികളടക്കമുള്ളവരെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ കേൾക്കുന്ന വാചകങ്ങൾ, നമ്മൾ വായിക്കുന്ന ആശയങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ സ്ഥായിയായി നിലനിൽക്കുന്ന ആശയങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ആശയങ്ങൾ പരുവപ്പെടുത്തുവാൻ ഉപയോഗിക്കാം. പക്ഷേ മറിച്ച്
നമ്മളിലേക്ക് കടന്നു വരുന്നൊരാശയം നമ്മുടെ പിന്നെ സ്ഥായിഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ നിർമ്മിതിയെ തന്നെ അപകടകരമായി മാറ്റുമെന്നുള്ളത് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഏവർക്കും നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1 ജുഡീഷ്യറി, 2 എക്സിക്യൂട്ടീവ്, 3 ലെജിസ്ലേച്ചർ. എന്നാൽ ഈ 3 അടിസ്ഥാന ശിലകൾക്ക് പുറമെ 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന 4ാമത് ശിലയുണ്ട്. അത് മറ്റൊന്നുമല്ല, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ സ്വാഭാവികമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് 2ആയിട്ടാണ്: പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും. പക്ഷേ ഈ വേർതിരിവ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എന്ന വേർതിരിവില്ലാതെ തന്നെ എല്ലാവിധ മാധ്യമങ്ങളും ഒരു നവമാധ്യമ സംസ്കാരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത കാലത്ത് നടക്കുന്ന, സമീപ ദിവസങ്ങൾ നടന്ന ചില സംഭവവികാസങ്ങൾ, ശബരിമലയും കോറ്റിയും തന്ത്രിയും ഒക്കെയാണ് നവമാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന ഏറ്റവും വലിയ വിഷയം. എന്നാൽ ഈ വിഷയം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് തീർച്ചയായും 35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളം നാട്ടിലെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിൽ പോലും മാ എന്ന അക്ഷരം ഉപയോഗിച്ച് ഒരു പേര് പറയാൻ പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പേരായിരുന്നില്ല. മറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ചില മാ എന്ന അക്ഷരം തുടങ്ങുന്ന പത്രങ്ങൾ എഴുതിയിരുന്ന ചില പേരുകളുണ്ടായിരുന്നു: മാലിക്കാരി, ചാരസുന്ദരി, മറിയം റഷീദ് എന്ന പേര്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ മാറി വീണ്ടും എത്തി നിൽക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ആരാണ് എന്താണ് സത്യം പറയുന്നതെന്ന് ആർക്കും യാതൊരു കൃത്യമായ അറിവും ഉണ്ടാകുന്നില്ല. മാധ്യമങ്ങൾ, നവമാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായും വാർത്തകൾ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അടുത്ത കാലഘട്ടത്തിലായി ഈ അടിസ്ഥാന ശിലകളിൽ ഒന്നായ ലെജിസ്ലേച്ചർ, ആ ലെജിസ്ലേച്ചറിലെ അംഗമായ ഒരു വ്യക്തിക്കെതിരെ നിരന്തരം ആരോപണങ്ങളും മറ്റ് പീഡന ആരോപണങ്ങളും വരുമ്പോൾ ആ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചാണെന്ന് പറയുവാനും ആ ആരോപണത്തിൽ പെടുന്ന വ്യക്തിയെ സംരക്ഷിക്കുവാനുമാണ് നവമാധ്യമ സംസ്കാരത്തിന്റെ ഭാഗമായി അത്തരം മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നത് വസ്തുതയ്ക്ക് നിരക്കുന്നതേ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന 4 ശിലകൾ, ഈ 4 ശിലകളും പരസ്പരപൂരകമായി പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങളുടെ സംസ്കാരം, അവരുടെ വാർത്താ നിർമ്മിത രീതികൾ തീർച്ചയായും നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത്തരം നവമാധ്യമ സംസ്കാരങ്ങൾ നമ്മുടെ പുതുതലമുറയെ അവരുടെ യഥാർത്ഥ ബോധ്യത്തിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് പുതിയ തലമുറയെ അവരെ മിഥ്യാബോധത്തോടെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാടിന് കിട്ടുന്ന സന്ദേശം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1939 ഒക്ടോബർ മാസം 2-ാം തീയതി മഹാനായ ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിരുന്നു: ഒരുപക്ഷെ ഇങ്ങനെ മജ്ജയും മാംസയുമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു പറഞ്ഞാൽ വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഗാന്ധിയോട് ഒരു മാധ്യമപ്രവർത്തകൻ അന്ന് ചോദിച്ചിരുന്നു: പ്രിയപ്പെട്ട ഗാന്ധി, എന്താണ് വരുന്ന സ്വതന്ത്രാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് ചോദിച്ചപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായും ഇന്നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ കണ്ണീരൊപ്പുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ശരിക്കും മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളെ കൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ യഥാർത്ഥ ബോധത്തെ പുറത്തേക്ക് എത്തിക്കുകയും സ്വാഭാവികമായും അത്തരം മഹാന്മാരുടെ വാക്കുകൾ സാധാരണ ജനങ്ങളിലേക്കും ഇന്നാട്ടിലെ എല്ലാ ജനങ്ങളിലേക്കും സ്വാഭാവികമായും കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്കും എത്തുന്നത് അത്തരം വാചകങ്ങളായിരുന്നു. ഇന്ന് നവമാധ്യമ സംസ്കാരങ്ങൾ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ്? അന്തിച്ചർച്ചകൾ നമ്മൾ കാണാൻ പോയിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ കേൾക്കുന്ന വാചകങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടോ? ഇന്നാട്ടിലെ നല്ലവരായ രാഷ്ട്രീയക്കാർ പറയുന്ന നല്ല വാചകങ്ങൾ, ഈ സമൂഹത്തിനെ പുനർനിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള നല്ല വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടോ? പകരം നമ്മൾ കേൾക്കുന്നതോ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ചില ആറ്റിറ്റ്യൂഡുകൾ, ചില വാക്കുകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അത്തരം വാചകങ്ങളാണോ നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെ അല്ല എന്നത് വാസ്തവമാണെന്നിരിക്കെ നമുക്ക് എല്ലാവർക്കും കഴിയണം ഒന്നിച്ചൊന്നായി ഈ ജനാധിപത്യം എന്ന് പറയുന്ന അടിസ്ഥാന ശിലയെ സംരക്ഷിക്കുന്നതിനായി ഈ 4 ശിലകളും, ജനാധിപത്യത്തിന്റെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ മാധ്യമങ്ങളും ഒന്നിച്ചു നിന്ന് നവമാധ്യമമോ പരമ്പരാഗത മാധ്യമമോ എന്നല്ല, ആ നവമാധ്യമ സംസ്കാരത്തെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായും നമുക്കൊന്നായി, ജനങ്ങൾക്കൊന്നായി കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളേവരുടെ മുന്നിൽ ഈ വിഷയം മാത്രം അവതരിപ്പിച്ചു നിർത്തുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. സംസ്കാരങ്ങളുടെ നിർമ്മിതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കെന്ത് എന്നുള്ളത്.
ഈ വിഷയത്തെക്കുറിച്ച് നാം സംസാരിക്കണമെങ്കിൽ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അല്പം ഒന്ന് സഞ്ചരിക്കേണ്ടി വരും. മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ മാധ്യമങ്ങൾ അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം അത് വാക്കുകളിലൂടെയായിരുന്നു, സംഭാഷണങ്ങളിലൂടെയായിരുന്നു. വാക്കുകളും സംഭാഷണം ഉപയോഗിച്ച് മാധ്യമരംഗത്ത് കൂടി മനുഷ്യർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മുന്നിൽ കൃത്രിമത്വമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ആ സംഭവിക്കുന്നത് നേരിട്ട് സംവദിക്കാനുള്ള ഒരു ജീവിത സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഈ ജീവിത സാഹചര്യത്തിന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടുകൂടി 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തുണ്ടായ വ്യവസായ വിപ്ലവമാണ്. വ്യവസായ വിപ്ലവം വന്നതോടുകൂടി മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ വമ്പിച്ച ഗതിവേഗത വർദ്ധിക്കുകയും അവൻ്റെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. യന്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി. 1545 ജോൺ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി മനുഷ്യൻ്റെ ആശയങ്ങൾ, മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ, മനുഷ്യൻ്റെ ജീവിത രീതികൾ ഒക്കെ തന്നെ മറ്റൊരു സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, മറ്റൊരു സമൂഹത്തിലേക്ക് സംവേദിക്കപ്പെടുന്നതിന് വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴും അച്ചടി മാധ്യമങ്ങൾക്ക് തനതായ പങ്കുണ്ടായിരുന്നു. സമൂഹത്തിലൂടെ നമ്മുടെ പ്രതിനിധി സഞ്ചരിക്കുകയും ആ പ്രതിനിധി കണ്ടെടുക്കുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഒരുവിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആത്മബോധം അക്കാലത്ത് മനുഷ്യനുണ്ടായിരുന്നു. അത് ജീവിതത്തെ അപ്പാടെ സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഈ രംഗത്തും കാതലായ മാറ്റമുണ്ടാകുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നതിന് അപ്പുറമായി സാങ്കേതിക വിദ്യകൾ ചിന്തിക്കാൻ തുടങ്ങിയതുകൂടി തൻ്റെ ആശയങ്ങൾക്ക് അധിഷ്ഠിതമായി, തങ്ങളുടെ ജീവിതത്തിലേക്ക് അധിഷ്ഠിതമായി, തങ്ങളുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് അധിഷ്ഠിതമായ വാർത്തകൾ കണ്ടെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരികയുണ്ടായി. അതിന് കുടപിടിക്കത്തക്ക രീതിയിലുള്ള ചില ഭരണകൂട സംവിധാനങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യത്തും ഉയർന്നു വരികയുണ്ടായി. വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് തന്നെ ലോകരാജ്യങ്ങൾ രണ്ടായി മാറിപ്പോകുന്നു എന്നാണ്. ഒന്ന് മുതലാളിത്ത രാജ്യം, മറ്റൊരു അതിന് കീഴിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിമത്ത രാജ്യങ്ങൾ. മുതലാളിത്ത രാജ്യ ഭരണകൂടങ്ങളുടെ തണലിൽ തഴച്ചു വളർന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾ മാധ്യമരംഗത്ത് പിടിമുറുക്കിയപ്പോൾ ആ മാധ്യമ രംഗത്തിൽ അതിഭീമാകാരങ്ങളായ സംവിധാനങ്ങൾ മുതലാളിത്തത്തിന് അനുകൂലമായ നയങ്ങൾ സൃഷ്ടിക്കുകയും വാക്കുകൾ സൃഷ്ടിക്കുകയും അവ സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ പ്രചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മാധ്യമ രംഗങ്ങൾ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിലാണ് മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റത്ത് നിർമ്മിത ബുദ്ധികൾ സ്ഥാനം പിടിക്കുന്നത്. നിർമ്മിത ബുദ്ധി സ്ഥാനം പിടിച്ചതോടുകൂടി മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ യന്ത്രങ്ങൾ ചിന്തിക്കുകയും മനുഷ്യൻ ചിന്തിക്കുന്ന അപ്പുറമായി യന്ത്രങ്ങൾ സ്വന്തമായ രീതിയിൽ ചില സംവിധാനങ്ങൾ സ്വരുക്കൂട്ടുകയും ചെയ്തതോടുകൂടി മാധ്യമരംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്നു. ഇന്ന് ജീവിക്കുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നറിയപ്പെടാത്തൊരു കാലഘട്ടത്തിലാണ്. ഭരണകൂട സംവിധാനങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും നിർലജ്ജമായ ഒരു കാഴ്ച നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ പരമ്പരാഗത ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് നമ്മുടെ രാജ്യം ഇലക്ട്രൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തങ്ങളുടെ ഭരണത്തിനനുസൃതമായ നയരൂപീകരണം ജനങ്ങളുടെ മനസ്സിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സത്യമേത് മിഥ്യേതെന്നറിയാത്ത സാധാരണക്കാരെ മനുഷ്യ ജീവിതം നയിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ രംഗത്തും പ്രകടമാണ്. ഈ അടുത്ത കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും നമ്മുടെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട കൃത്രിമമായ വാർത്തകൾ എങ്ങനെയാണ് മനുഷ്യന്റെ വിവേചന ബോധ്യത്തെ വെല്ലുവിളിക്കുന്നത് എന്നുള്ള ഏറ്റവും നിർലജ്ജമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2025 ആവുമ്പോഴേക്കും ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്ര സംവിധാനം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറെ ഇന്നത്തെ ഭരണവർഗം ഇന്ത്യയിലെ 95% വരുന്ന അച്ചടി സാങ്കേതിക മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മറ്റൊരു മാർഗത്തിലൂടെ നയരൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ഭാവിയും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലും വല്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഓരോ റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അച്ചടി മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ചിന്തിച്ച് അത് വിവേചനാധികാരത്തോടുകൂടി സത്യമേത് മിഥ്യേത് തിരിച്ചറിയുള്ള സാവകാശമുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പൂമുഖങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന വാർത്തകളിൽ ഏതാണ് സത്യം ഏതാണ് മിഥ്യം തിരിച്ചറിയപ്പെടാത്ത വല്ലാത്ത പ്രകേളിയിലാണ് മനുഷ്യൻ പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടായി വല്ലാത്ത രീതിയിൽ ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന് വാർത്തകളെ സെലക്ട് ചെയ്യാനുള്ള ഒരു സാവകാശം ലഭിക്കുന്നില്ല. അവൻ സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അവൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ സാമൂഹ്യ രംഗങ്ങളെ ആകെ തന്നെ വല്ലാതെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജാഗ്രതയോടുകൂടി നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടം അയഥാർത്ഥ്യമായ ഒരു കാലഘട്ടത്തിലൂടെ ആകുമെന്നും ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള വല്ലാത്ത ശ്രമങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ സത്യത്തെ തിരിച്ചറിയുള്ള ബോധപൂർവമായ ഇടപെടലില്ലെങ്കിൽ ഏറ്റവും മലീമസമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
കടമറ്റ് രാമേശ്വരുടെ കവിത ഓർമ്മ വേണം. കണ്ണു വേണം ഇരുവർ ഉൾപ്പെടും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്ക് ഉൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. അങ്ങനെയായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവർ യഹൂദന്മാരെ തേടിയെത്തി. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനൊരു യഹൂദനല്ലായിരുന്നു. അവർ ഗ്രീക്കുകാരെ തേടിയെത്തി. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാനൊരു ഗ്രീക്കുകാരനല്ലായിരുന്നു. അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയല്ലായിരുന്നു. അവസാനം അവർ എന്നെ തേടിയെത്തി. അപ്പോൾ എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നവമാധ്യമങ്ങളുടെ സാംസ്കാരിക മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗോള രാഷ്ട്രങ്ങളെയെല്ലാം സമീപിച്ചുകൊണ്ട് നവമാധ്യമങ്ങളുടെ അപജയം ഇന്ത്യൻ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തെ സസൂക്ഷ്മം വിചിന്തനം ചെയ്യുന്ന എത്രയും പ്രിയമുള്ള അഭിവന്ദ്യ വ്യക്തികളെ, സമാന ഹൃദയരെ, മാധ്യമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് വാമൊഴി, വരമൊഴി, ബിംബം. വാമൊഴി എന്ന് നമുക്കറിയാം, പറഞ്ഞറിയുന്ന കാര്യങ്ങൾ. വരമൊഴി, എഴുത്തിലൂടെ. 3 ബിംബം. ഈ ആധുനിക കാലഘട്ടത്തിൽ ബിംബത്തിന്റെ സ്വാധീനത്താൽ വലയുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നവമാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആധികാരികമായ വാർത്തകൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹിക സൃഷ്ടിയാണ്. രണ്ടാമതായി മാധ്യമധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമ നൈതികത എന്ന് പറയുന്നത്, സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളായി നവമാധ്യമങ്ങളെ അല്ലെ മാധ്യമങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ വർത്തമാന കാലത്ത് നമ്മൾ എന്തുവാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? മനുഷ്യന്റെ അപഗ്രഥന ശേഷിക്ക് തളർവാദമുണ്ടാക്കുന്ന കലാരൂപങ്ങളായി നമ്മുടെ മാധ്യമ സൃഷ്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഈയിടെ നടന്ന ജെൻസി വിപ്ലവം, ഇതിന്റെ ഏറ്റവും വലിയ വക്താക്കളായി മാറിയത് നവമാധ്യമങ്ങളാണ്. ഈ നവമാധ്യമം എന്ന് പറയുന്നത് സാമൂഹിക സൃഷ്ടിക്കോ സാംസ്കാരിക മുന്നേറ്റത്തിനോ വക്താക്കളാകാതെ മനുഷ്യനെ അല്ലെങ്കിൽ യുവജന സമൂഹത്തെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എന്തിനധികം പറയുന്നു, നിർമ്മിത ബുദ്ധി കൊണ്ട് ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെയും ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വർഗീയതയും സാമ്പത്തിക സാംസ്കാരിക അസമത്വവും വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. സാംസ്കാരിക മേഖല എടുക്കാം. നമുക്കറിയാം, ഇന്ന് നാം കാണുന്ന പരസ്യങ്ങൾ, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ എങ്ങനെ പ്രസ്റ്റീജ് പ്രഷർ കുക്കർ വേണ്ടി വരില്ല എന്ന് വരെ ചോദിക്കുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥിതിയിൽ നിന്നാണ് നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിനും സാംസ്കാരിക പുനഃസൃഷ്ടിക്കുമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു വിവേചന ബുദ്ധി നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ കലാപത്തിന്റെ ആഹ്വാനത്തിന് ഏറ്റവും വലിയ സ്രോതസ്സായിട്ട് നമ്മുടെ നവമാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും വരുന്ന സന്ദേശങ്ങളിലൂടെ ഒരു സമൂഹത്തിനെ ഭിന്നിപ്പിക്കാനും പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തത്വചിന്തയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മതപരമായിട്ടും എല്ലാം ഈ വർഗീയത നവമാധ്യമങ്ങളിലൂടെ നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഭാരതത്തിലെ കാര്യം നമുക്ക് എടുക്കാം. ഏത് ആഹ്വാനങ്ങളും നോർത്ത് ഈസ്റ്റ് ഉള്ള കിഴക്ക് സംസ്ഥാനങ്ങളിൽ അവിടെ എല്ലാം സംഭവിച്ചത്, ആഹ്വാനം എല്ലാം കൊടുത്തത് വാസ്തവത്തിൽ നവമാധ്യമങ്ങളിലൂടെയാണ്. അവസാനം ആ നവമാധ്യമങ്ങളിലൂടെ നിയന്ത്രിച്ചാൽ മാത്രമേ, യുവജനങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ അല്ലെങ്കിൽ പശ്ചിമ കിഴക്ക് സംസ്ഥാനങ്ങളിൽ സമാധാനം പുലരുകയുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇവിടെ ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയുവാനുള്ളത്, നവമാധ്യമങ്ങളെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് നാം വളരണം. ഭാരതത്തെ സംബന്ധിച്ച് ഇത്രയുമധികം പൈതൃകവും സംസ്കാരവുമുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. നമ്മുടെ ആർഷഭാരത സംസ്കാരമെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നവമാധ്യമങ്ങളുടെ ക്രിയാത്മകമായ സാമൂഹ്യ സൃഷ്ടിക്കും സാംസ്കാരിക ഉന്നതിക്കുമുള്ള ഒരു അജണ്ടയിലേക്ക് നമ്മുടെ നവമാധ്യമങ്ങളെ വളർത്തിയെടുക്കണം. അതിനായി നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം. I think
therefore I am. I believe, therefore I am right. ബഹുമാനപ്പെട്ട ജഡ്ജസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നവമാധ്യമങ്ങളുടെ സംസ്കാര നിർമ്മിതി എന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് 1992 രൂപപ്പെട്ട ഒരു ചിന്താധാര, അതായത് പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യാനന്തര കാലത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരുന്നു. നവമാധ്യമങ്ങളിലൂടെ ഇന്ന് പടച്ചുവിടുന്ന പലതും സത്യാനന്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പോസ്റ്റ് ട്രൂത്ത് എന്നിവയാണ്. ഞാൻ ആദ്യമായി ഇവിടെ സൂചിപ്പിച്ചു, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു എന്നതിനാൽ ഞാൻ ചിന്തിക്കുന്നു എന്നതിനാലാണ് സത്യമായിട്ടുള്ള കാലത്ത് നാം ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ആചാരങ്ങൾ ഇവയെല്ലാം ശരിയാണെന്നുള്ള എൻ്റെ ചിന്ത, അതിലെ ആ ഒരു കാര്യത്തിലൂടെയാണ് സത്യാനന്തര കാലങ്ങൾ ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. നവമാധ്യമങ്ങളായ വാട്സാപ്പും ടെലഗ്രാമും ഫേസ്ബുക്കും പോലെയുള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള സംസ്കാര നിർമ്മിതിയിൽ ഇന്ന് ഏറ്റവും അധികം കാണപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെയുള്ള സത്യാനന്തര കാലങ്ങളിലൂടെയുള്ള ആചാരങ്ങളും വിചാരങ്ങളും അതിനുള്ള ആലോചനകളും എല്ലാം സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആഹ്വാനങ്ങളും പല വിളികളുമാണ്. ഇന്ന് നമ്മളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ അവ ഹനിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നവമാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന കൊലവിളികളും അതുപോലെ ഉണ്ടാകുന്ന കലാപ ആഹ്വാനങ്ങളും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് രൂപം തെളിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്തിലാണ് നാം ഇന്നുള്ളത്. ഒരു പരിധിവരെ നാം അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് കേരളത്തിൻ്റെതായിട്ടുള്ള തനതായ സാഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളിൽ ഒന്ന്, ഒരിക്കൽ പോലും ഐതിഹ്യങ്ങളുടെ തോണിയിലേറെ സഞ്ചരിച്ചാൽ നമ്മളുടെ തീരത്തെടുക്കുന്നതിന് മുമ്പ് വളരെയേറെ തീരങ്ങളിൽ അടുത്തതിന് ശേഷമായിരിക്കും ഐതിഹ്യങ്ങളുടെ തോണിയിലേറെ സഞ്ചരിക്കാൻ നമ്മളിവിടെ എത്താൻ വേണ്ടി പോകുന്നത്. സംസ്കാരത്തെക്കുറിച്ച് പണ്ട് നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സംസ്കാര നിർമ്മിതി എന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളായി മാറുകയും അത് മുഴുവൻ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കാനും ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളാണ്. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവൻ അരൂപിനീശൻ അദൃശ്യനെന്നാൽ അതിന് എന്ത് ആശ്ചര്യം എന്നാണ് ഉള്ളൂർ പറഞ്ഞത്. നമ്മുടെ സ്വന്തം അടുത്തു നിൽക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരനെ കാണാൻ പോലും അക്ഷികളില്ലാത്ത ജനങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ എത്തുന്ന നുണപ്രചാരണങ്ങൾക്ക് വേണ്ടി അവ മുമ്പോട്ട് പോവുകയും അതിനെതിരെ കലാപ ആഹ്വാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഒരു സംസ്കാര നിർമ്മിതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരു നാൾ കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. സംസ്കാര നിർമ്മിതി എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള കാലങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ജനങ്ങൾ അവരുടെ ജീവിത രീതികളിലൂടെ ആർജിച്ചെടുക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ ശിലായുഗങ്ങളിൽ നിന്നോ അതുപോലുള്ള മറ്റ് പല യുഗങ്ങളിൽ നിന്നോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ സത്യാനന്തര കാലത്തെ ഈ ഒരു യുഗത്തേക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്ന് നമ്മൾ പറയേണ്ടത്. ഇതുവരെയുള്ള യുഗങ്ങളിലൂടെ നടന്നു വരുന്ന നമ്മൾ പ്രവർത്തിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിൽ തിരുത്തലുകളിൽ നിന്നും കൂട്ടിച്ചേറുകളിൽ നിന്നും കൂടുതലായി ഉണ്ടാകുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഒരു വലിയ സംസ്കാര നിർമ്മിതി ഉണ്ടായി മാറുന്നത്. എന്നാൽ ഇന്ന് ക്ഷണനേരത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചിന്തയുടെ പുറത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നൽകുന്ന ഒരു സന്ദേശം, ആ സന്ദേശം ഇന്ന് സംസ്കാര നിർമ്മിതികളിലേക്കും അതുപോലെ തന്നെ പലപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും അവസാന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള പല രീതികൾ. ഒരുപക്ഷെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യദ്രോഹിയായിട്ടും എന്നാൽ അദ്ദേഹം ഈ നാടിനെതിരെ അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ വാട്സപ്പിലൂടെ പോകുന്നത് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു അമ്പയെ തല്ലാൻ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ തന്നെ യുദ്ധങ്ങൾക്കെതിരെയും ഇതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കെതിരെയും ഉണ്ടാകുന്നതും രണ്ട് പക്ഷങ്ങളായി ചേർന്ന് രണ്ട് ചേരികളായി ചേർന്ന് അത് പിന്നീട് ഓരോ നാടുകളിലേക്കും അല്ലെങ്കിൽ ആ നാടിൻ്റെ കലാപങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ക്ഷണനേരത്തിലുണ്ടായിരിക്കുന്ന തീരുമാനങ്ങളെ എടുത്തുകൊണ്ട് പോകാതെ മുമ്പോട്ട് കൊണ്ടുപോകാതെ ഇതുപോലെയുള്ള നവമാധ്യമങ്ങളുടെ ഉപയോഗങ്ങൾ ഏറ്റവും പരിമിതമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വസ്തുതകൾ എന്താണോ ആ വസ്തുതകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആ വസ്തുതകളിലൂടെ മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ
ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ മാത്രം സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ വാക്ക് എന്നത് അച്ഛനും അമ്മയും വാക്കെന്തു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു നിലാവിലെ നീലവാനം പോലെ ഞാൻ ഊറി വന്നൊരാ നാദമൂകാജം എന്നിലലിഞ്ഞു മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് വെൺപൊക്കത്തിലെന്നെ എടുത്തുയർത്തും വൻപ് ചൊൽക്കളിപ്പാട്ടും കളിമ്പങ്ങൾ ചുറ്റിലും മണമൊക്കെ ഉന്നിക്കുന്നു പൂവുകൾ ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ നീ വിളക്കാകുകെന്നക്കചന്ദ്രാനല തളവേ നീ എന്നു താരാട്ടുകാറ്റുകൾ മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതി സാധനം കാലം നൂറ് വിസ്മയം നക്ഷത്രതാളമായി നിന്നു വിദൂരമരീചിയായി നക്ഷത്രമെന്നോടു ചൊല്ലി ഞാൻ തന്നൊരക്ഷരമെന്തേ രസിച്ചു പൈതലേ നാവു ഞാൻ നീട്ടിക്കൊടുത്തതറിയില്ല അതിൽ നാദത്രിശൂലം വരഞ്ഞരെന്തറിയില്ല നാവു ഞാൻ നീട്ടിക്കൊടുത്തതറിയില്ല അതിൽ നാദത്രിശൂലം വരഞ്ഞരെന്തറിയില്ല വാക്കുമണക്കും നിനിക്കുന്നു വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്കുകത്തിക്കുന്നു കിക്കിലിയാക്കുന്നു നാദമായി വന്ന് എന്നെ അക്കരെ അക്കരെ കൊണ്ടുപോയിടുന്നു എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിനും അപ്പുറം പ്രളയത്തിലൊന്നായലിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിലയങ്ങൾ എന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്ക് എന്റെ അമ്മയും അച്ഛനുമാകുന്നു വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു നക്ഷത്രമെന്നോട് ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ നിനക്ക് ബോധിച്ചു ചുറ്റി വരയ്ക്കും വരകളിലക്ഷരം അക്ഷരത്തൂമയിലാനയും തുമ്പിയും അക്ഷരം രണ്ടു തൊടുമ്പുഴേ താളം സുരക്ഷയം വന്നാൽ ദുരർത്ഥവേതാളം രസാഞ്ജനമിട്ടു ഞാൻ കുട്ടി വായിച്ചാൽ അനന്തരാഗത്തിന്റെ വിലാപരംഗങ്ങൾ ഓരോ തിരച്ചുണ്ടിലായിരം മുത്തുകൾ മുത്തിൻ തരിയിൽ പ്രപഞ്ചപ്രകാരങ്ങൾ എത്ര കണ്ടാലും അതിനപ്പുറം നിന്നെന്നെ ക്ഷണിക്കും പുരാണ മുത്തശ്ശിമാർ വാക്കുകൾ വാഴും തുടിപ്പും തിണർപ്പും ചുമക്കുന്ന വാക്കുകൾ വാക്കുകൾ കാലത്രയാശ്വങ്ങൾ സുസ്വര താളപക്ഷങ്ങളാൽ എന്നെയും എടുത്ത് അമൃതലോകം കവർന്നു പാറുന്ന ഗരുഡന്മാർ കിനാവിലും നുണയുവാനും പുരസമാൻ എന്റെ നാവിലേക്കിറങ്ങും കൊതിക്കുശ്രുതികൾ കൊച്ചുറക്കത്തിന്റെ സ്വർഗത്തിൽ എൻ കാതുകുത്തി തുളച്ചു കയറും നെയ്യുറുമ്പുകൾ
2 ഒരു പങ്കിട്ടിട്ടുണ്ട്. വോട്ട് നമ്പർ 101, വോട്ട് നമ്പർ 105. രണ്ടാം സ്ഥാനവും 2 പേർ പങ്കിട്ടു. വോട്ട് നമ്പർ 103, വോട്ട് നമ്പർ 112. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നവമാധ്യമങ്ങളുടെ സംസ്കാര നിർമ്മിതി എന്നതാണ് വിഷയം. നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേത് ടെക്നോളജിയെയും പോലെ, ഏത് സാങ്കേതിക വിദ്യയെയും പോലെ, ഏത് പുരോഗമനാശയങ്ങളെയും പോലെ ശരിയായും തെറ്റായും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും അപകടകരമായ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നവമാധ്യമങ്ങൾ. നവമാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു ടേംസ് ഉണ്ട്, മുല്ലപ്പൂ വിപ്ലവം. ഒരു ജനത മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്ന സമയത്ത് എങ്ങനെ അവരെ എതിർക്കണം എന്ന് അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് മുല്ലപ്പൂ വിപ്ലവം എന്ന യുവജനങ്ങളുടെ, കോളേജ് വിദ്യാർത്ഥികളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഉടലെടുത്ത ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. ഒടുവിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതുവരെ എത്തിയ വിപ്ലവം. ഒരു നവമാധ്യമത്തിന്റെ സ്വാധീനം എങ്ങനെ ഏറ്റവും ശക്തമായി പറയാമെന്നതിന്റെ തെളിവാണ് ഭരണകൂടങ്ങളെ വരെ അട്ടിമറിക്കുന്ന നിലയിലേക്ക്, ഒരുപക്ഷെ നീതി നടപ്പാക്കുന്ന രീതിയിലേക്ക് ഏറ്റവും ശക്തമായ നിലയിൽ വരാൻ നവമാധ്യമങ്ങൾക്കും നവമാധ്യമ കൂട്ടായ്മകൾക്കും കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടുണ്ടായ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മളൊരു രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ ആദ്യം നശിപ്പിക്കേണ്ടത് അവരുടെ തലച്ചോറിനെയാണ്. നമ്മൾ ആദ്യം ചുട്ടരിക്കേണ്ടത് അവരുടെ പുസ്തകശാലകളെയാണ്, ലൈബ്രറികളെയാണ്. ഈ പുസ്തകശാലകളെ ചുട്ടരിക്കുന്നതിലൂടെ നമ്മൾക്ക് അവരെ ബുദ്ധിപരമായി ഷണ്ഡീകരിക്കാൻ പറ്റും. പിന്നീട് അവിടെ യുവജനങ്ങൾ ഉയർന്നു വരികയില്ല, അവരെ ബുദ്ധിപരമായി നമുക്ക് അടിമകളാക്കാൻ പറ്റും. ഇന്നെന്താണ് ചെയ്യുന്നത്? ഇന്ന് നമ്മളൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ, ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആ ഭരണകൂടം ആദ്യം ചെയ്യുന്നത് വാട്സപ്പുകൾ നിരോധിക്കുകയാണ്, ഫേസ്ബുക്കുകൾ നിരോധിക്കുകയാണ്. നവമാധ്യമങ്ങൾ നിരോധിക്കുന്നതിലൂടെ ആ രാജ്യത്തെ വിപ്ലവത്തെ അടിച്ചമർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്താണ് അതിന് കാരണം? ഏറ്റവും ശക്തമായി ജനങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കൊണ്ട് നിറക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ അടിച്ചേൽപ്പിക്കാൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല, കാരണം എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതാണ് അതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ശക്തമായി ജനങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്നത് നവമാധ്യമ കൂട്ടായ്മകളിലൂടെയാണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ ആയിരക്കണക്കിന് ആശയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും ശക്തമായി, ഏറ്റവും നമ്മളെ വൈകാരികമായി ബാധിക്കുന്നവ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് നവമാധ്യമ കൂട്ടായ്മകൾ ജനങ്ങളെ ബാധിക്കുന്നത്. ഈ നവമാധ്യമ കൂട്ടായ്മകളുടെ മറ്റൊരു ഉദാഹരണമാണ് ഒരുപക്ഷെ വലതുപക്ഷവും ഇടതുപക്ഷവും വർഗീയ പാർട്ടികളും മാത്രം ഭരിക്കുന്ന ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരു പുതിയ പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് ഒരുപക്ഷെ നവമാധ്യമത്തിന്റെ ശക്തി തന്നെയായിരിക്കും. അതിനൊരൽപ്പം മുമ്പ് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിത വിപ്ലവം നടന്നത് ഒരുപക്ഷെ നവമാധ്യമത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും എത്രയോ ഉയരത്തിലാണ് നവമാധ്യമത്തിന്റെ ശക്തി. ഒരുപക്ഷെ നമ്മൾ തീർച്ചയായും ഇതിനൊരു മറുവശമുണ്ട്, നമ്മളത് ആലോചിച്ചേ പറ്റൂ. അത് അറിയണമെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മലയാളത്തിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ വന്നിരുന്നു, ഗദ്ദ എന്നാണ് അതിൻ്റെ പേര്. മനോജ് ഖാനയായിരുന്നു സംവിധായകൻ. ആ ഗദ്ദ എന്ന സിനിമയിൽ ഒരു സീൻ ഞാൻ പറയാം. അതിൽ ഒരു അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ വഴിതെറ്റുന്നു എന്ന ബോധ്യം അവരുടെ മൊബൈലിൽ നിന്ന് അമ്മ മനസ്സിലാക്കുന്നു. മകളുടെ കാമുകനെ തെരഞ്ഞു പിടിച്ച ശേഷം അമ്മ വാട്സപ്പിലൂടെ അയാൾക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങുന്നു. വാട്സപ്പിലൂടെ അയക്കുന്ന ബന്ധം, വാട്സപ്പ് ചാറ്റുകളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ വളരുന്ന ആ ബന്ധം, അവരുടെ അടുപ്പം വളരെ വേഗത്തിലാവുന്നു. ഒരുപക്ഷെ മകളോടുള്ള അടുപ്പത്തിനേക്കാൾ കൂടുതൽ അമ്മയോടുള്ള അടുപ്പം വരുന്നു. അമ്മ മകളെ കൊലപ്പെടുത്തുന്നതിലേക്ക് വരെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളെ മുറിച്ചെറിയുന്നതിലേക്ക് വരെ ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം, ദുസ്വാധീനം എന്ന് തന്നെ പറയാം, ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു. അതാണ് ഇതിന്റെ മറുവശം, ഏത് സാങ്കേതിക വിദ്യക്കുമുള്ള മറുവശം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറുകൾ, ഒരു കാലത്ത് കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിരുന്നു. കമ്പ്യൂട്ടറുകൾ നമ്മുടെ ജോലിയെ തടസ്സപ്പെടുത്തും, ജോലി നിഷേധിക്കപ്പെടുമെന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറുകളിലൂടെ നമ്മൾ ജോലി സൃഷ്ടിക്കുന്നത് സൈബർ പാർക്കിലൂടെ സമരം ചെയ്തു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഏത് കാര്യവും അതിൻ്റെ ഗുണവശങ്ങളെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ അതൊരുപാട് ഉപയോഗിക്കാൻ പറ്റും. ഒരുപക്ഷെ അത് മാത്രമല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്, പിന്നീട് നോബൽ സമ്മാനത്തിലേക്ക് എത്തിച്ചത്, ഇതെല്ലാം അതുപോലെ ആറ്റം വിഭജനം, എല്ലാം എന്തൊക്കെയാണോ നമ്മൾ നന്മകൾക്ക് വേണ്ടി ചെയ്തത് അതൊക്കെ ഏറ്റവും ദോഷകരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സമൂഹം, അതിന്റെ ദോഷവശങ്ങൾ ഉപയോഗിച്ച് മാനവരാശിയുടെ നാശത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം
ഒന്നും നമ്മുടെ കയ്യിൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക. നവമാധ്യമങ്ങളിലൂടെ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിന്, നവമാധ്യമങ്ങളിലൂടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന്, നവമാധ്യമങ്ങളിലൂടെ ഒരു സമൂഹത്തെ ആകെ തകർക്കുന്നതിന് അതിനെതിരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക. പിന്നെ എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കണം? മനുഷ്യരുടെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേണ്ടി, ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആരെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ പണമുണ്ടാക്കുന്നു. ആ രീതിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നാൽ അത് സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനും അവർക്ക് കൂടുതൽ അവരുടെ അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാക്കാനും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയാണ്. ഇതുപോലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും വളർന്നു വരണം. അതുപോലെ തന്നെ തീർച്ചയായും സർക്കാരിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അതായത് ഇത്തരം കൂട്ടായ്മകളെ നിയമപരമായി റെഗുലറൈസ് ചെയ്യുക, ക്രമീകരിക്കുക എന്നൊരു ഉത്തരവാദിത്തം സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നവമാധ്യമ കൂട്ടായ്മകൾ ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കണ്ണിനു മുൻപിൽ ചിതാധൂമപാളി പോൽ വന്നു നിൽക്കുന്ന തമോമയ രൂപമേ, കണ്ണിനു മുൻപിൽ ചിതാധൂമപാളി പോൽ വന്നു നിൽക്കുന്ന തമോമയ രൂപമേ, മോഹമാത്മാവിൻ വലം കയ്യിൽ നൽകിയ ദാഹജലക്കുമ്പിൾ തട്ടിപ്പറിച്ചു നീ. നാടകം തീർന്നില്ല, അവസാന രംഗവും കൂടിയുണ്ട്. എങ്ങുപോയി നായകൻ? ഒന്നിച്ചു ഞങ്ങളരങ്ങത്തു വന്നതാണ്, ഒന്നും പറയാതെ എങ്ങുപോയി നായകൻ? രംഗം തുടങ്ങണം, അസ്വസ്ഥ ചിത്തരായി തങ്ങളിൽ നോക്കുന്നു കാണികൾ. ആരോ യവനിക വീണ്ടും ഉയർത്തി, ഞാൻ ആ രംഗവീതിയിൽ നിശ്ചലം നിന്നുപോയി. ഈ നടക്കാവിൽ വിടരുവാൻ നിൽക്കാതെ കാനനപ്പൂക്കൾ കൊഴിഞ്ഞു വീണിടവേ, കയ്യിലൊരു പിടി ദർഭയുമായി വലിക്കല്ലു നനയ്ക്കുവാൻ ബാഷ്പോദകവുമായി നോവും മുടന്തുകാൽ വച്ചു നടന്നലഞ്ഞ് ഈ വഴിയമ്പല പൂമുഖത്തിന്നയിൽ വന്നു കയറി ഞാൻ കാലം കെടുത്തിയ മൺവിളക്കും താങ്ങി നിൽക്കുന്നു തൂണുകൾ. ഒറ്റയ്ക്കൊരിടത്തിരുന്ന് മനസ്സിന്റെ കുത്തും ഞെറിയും അഴിച്ചു കെട്ടിയിടണം. കയ്പു കുടിച്ചു
ONV ഗ്രൂപ്പ് സാറിൻ്റെ ശാർങ്കക പക്ഷികൾ എന്ന കവിത. ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക, ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴിയേതെന്നറിയാതുഴന്നതല്ലേ, ഋതുഭേദങ്ങളേൽപ്പിച്ച താപവും ശൈത്യവും ഏറെ സഹിച്ചു നടന്നതല്ലേ. വെയിലാറും തൊടിയിലും പ്രാവുകൾ ചെന്നു ചേക്കേറും, പഴയ നാലുകെട്ടിൻ്റെ ചായ്പിലും പാതിയിടിഞ്ഞ കുളക്കൽപ്പടവിലും പാതയോരത്തെഴുമാലിൻ തറയിലും മൺചുമരിൽ നെഞ്ചിലെ കൽവിളക്കിൻ്റെ അന്ത്യനിശ്വാസം പുകയും തളത്തിലും പത്തിവിടർത്തി നിന്നാടിയ ശബ്ദങ്ങൾ നിദ്രയിലാഴും നഗരസത്രത്തിലും ആൾത്തിരക്കിൻ്റെ നടുവിലും നമ്മൾക്കു നാം തീർത്തതാകും ഏകാന്തതാദ്വീപിലും ദുഃഖഭാരങ്ങളിറക്കുവാൻ അന്യോന്യമത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ചു കൊറിച്ചിരുന്നു. ശ്രമതപ്തമാം പാദം തരളമാം പാണിയാൽ ഒട്ടുതലോടിയിരുന്നു മയങ്ങി നാം. അല്പമാത്രങ്ങളാം വിശ്രമവേളകൾ, ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക. എത്തേണ്ടിടത്തെത്തുവാനിനി എത്രയെത്രയെന്നറിയാത്തൊരീ യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവച്ചുണ്മതൻ ക്ലാദവിഷാദങ്ങളൊക്കെയും പങ്കുവച്ചന്തരാ പങ്കുവച്ചങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക. എത്ര വേഗം നീ മയക്കത്തിലാഴുന്നു, നിദ്രയിലെല്ലാ ഭയങ്ങളും മായുന്നു. നിൻമുഖത്തെന്തൊരു ശാന്തത, ഈ വാഴ്വിൽ നമ്മൾക്കു നഷ്ടമായി തീർന്നൊരു ശാന്തത. എന്തേ ചിരിക്കുന്നു, എന്തേ ചിരിക്കുന്നു നീ അറിയാതെ, നിൻ ചുണ്ടിൽ നിഗൂഢസ്മിതങ്ങൾ വിടർത്തുന്ന സ്വപ്നങ്ങൾ എന്റേതുമല്ലയോ. ജീവിതവൃക്ഷം തളിർക്കുന്നു, പൂക്കുന്നു, പിന്നെ ആ പുഷ്പങ്ങൾ നൗകാഗൃഹങ്ങളായി മാറുന്നു. ദിക്തടാകങ്ങളിലൂടെ ഒഴുകി വന്നെത്തുന്നു. പൊട്ടിച്ചിരിക്കുന്നവയ്ക്കുള്ളിൽ നമ്മുടെ കൊച്ചുമക്കൾ. നാം സമയതീരങ്ങളെ ചുറ്റിപ്പടരുന്ന പൊൻചങ്ങലയിലെ പൊട്ടാത്ത കണ്ണികളാവുന്നു നമ്മൾ. ഈ ആരണ്യകത്തിൻ നടുവിലും ദാവാഗ്നിയാകരിക്കാത്തൊരു ശാർങ്കക പക്ഷികൾ നമ്മൾ. ഈ ആരണ്യകത്തിൻ നടുവിലും ദാവാഗ്നി ആഹരിക്കാത്തൊരു ശാർങ്കക പക്ഷികൾ. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നവമാധ്യമങ്ങളുടെ സംസ്കാര നിർമ്മിതിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നവമാധ്യമം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ആ വിവക്ഷ ഇപ്പോൾ ഇവിടെ
സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി ജനാധിപത്യത്തിൻ്റെ 5ാം പത്തിയായിട്ട് അല്ലെങ്കിൽ 5ാം തൂണായിട്ട് നവമാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. ആ നവമാധ്യമങ്ങളെ എങ്ങനെയാണ് സംസ്കാര നിർമ്മിതിയിലൂടെ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ന് സമകാലിക സമൂഹത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. നമ്മുടെ സംസ്കാര നിർമ്മിതിയെ എങ്ങനെയാണ് നവമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെ ഉണരണമെന്നും ഉറങ്ങണമെന്നും തീരുമാനിക്കുന്നത് നമ്മുടെ 5ാം 6ാം ഇന്ദ്രിയത്തിൽ നിന്ന് അപ്പുറത്തേക്കുള്ള നമ്മുടെ കയ്യിലെ 4 ചതുര കള്ളിയിലുള്ള ഒരു അവയവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. അതിലൂടെ വന്നിട്ടുള്ള വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, മെറ്റ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത്, സംസ്കരിച്ചെടുക്കുന്നത്. സംസ്കാരം എന്നാൽ സംസ്കരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഉത്തമത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിതത്തിലെ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കുടുംബം എന്ന് പറയുന്ന സമൂഹത്തിന്റെ പ്രാഥമിക യൂണിറ്റിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സമൂഹത്തിലേക്ക് വരികയും അത് ഒരു ചെറിയ രൂപത്തിലേക്ക് വരികയും അത് ഒരു നാടായിട്ടും ജില്ലയായിട്ടും സംസ്ഥാനമായിട്ടും രാജ്യമായിട്ടും അത് ലോകത്തിന്റെ ചെറിയ യൂണിറ്റായിട്ടും മാറി വരികയാണ്. ഇന്ന് നമ്മൾ നേരത്തെയൊക്കെ തന്നെ പല മേഖലകളിലും പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ ശരീരം അവിടെ എത്തണമായിരുന്നു എങ്കിൽ നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് മാത്രം നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കാനും അവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനും നമുക്ക് സാധിക്കുന്നു. അത് ഈ സംസ്കാര നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ് നിർമ്മിതി, എങ്ങനെയാണ് നിർമ്മിതി എന്ന് ചോദിച്ചാൽ, നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. 1922കളിൽ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ള നിർമ്മിത ബുദ്ധി. ആ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് പുതിയൊരു ലോകത്തിലേക്ക് വരികയും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്താണത്? ഒന്ന്, ഈ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുന്നേറ്റം നിർമ്മിത ബുദ്ധിയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുമാത്രമാണോ, സാങ്കേതിക മികവിന്റെ ഉദാഹരണമായിട്ട് മാറിയിരിക്കുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട സമ്പത്തിന്റെ ഉടമകൾ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വളരെ നിശ്ചിതമായിട്ടിരിക്കുകയും ആ കമ്പനികൾ അവരുടെ സമ്പത്തിന്റെ മേധാവിത്വം കൈയാളുകയും ചെയ്യുമ്പോൾ അവിടെയാണ് സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. ആ നിർമ്മിത ബുദ്ധിയാണ് ഇന്ന് നമ്മുടെ സംസ്കാരത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം സഹോദരി ബന്ധം, അച്ഛനമ്മമാരുടെ ബന്ധം, സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ പുതിയ തലമുറയുടെ 5ാം തലമുറയുടെ സൗഹൃദങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവിടെയൊക്കെ ഈ 4 ചതുരക്കള്ളികൾ നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വലിയ സമ്പത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് സമയമാണ്. ആ സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം, നമ്മുടെ സംസ്കാരത്തെ, ആ സ്വത്വത്തെ രൂപീകരിക്കുന്നതിൽ എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് സമയമാണ്. ആ സമയത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർമ്മിത ബുദ്ധി, ഈ സോഷ്യൽ മീഡിയ, ഈ നവമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ, സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് സാമ്പത്തിക മുന്നേറ്റം നടത്തിക്കൊണ്ട്, സാമൂഹ്യ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് എങ്ങനെയാണ് ഈ നവമാധ്യമങ്ങൾ നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് സമൂഹത്തിലുള്ളതാണ് വിവാഹം. ആ വിവാഹ സ്ഥാപനത്തെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ഈ സങ്കടം, പ്രണയം, വിരഹം, സന്തോഷം, സന്താപം, ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ സർഗാത്മകമായിട്ടുള്ള സൃഷ്ടിയിലൂടെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നത് ഈ സാങ്കേതികമായിട്ട് ഈ നവമാധ്യമങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വശങ്ങൾ നമ്മൾ എടുക്കുകയും അത് സമൂഹത്തിലേക്ക് നമ്മൾ നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സംസ്കാര നിർമ്മിതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സംസ്കാരം രൂപപ്പെടുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്നും അർത്ഥം കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗ ദൈർഘ്യം കുറച്ചു എന്ന് പറഞ്ഞ ശ്രീ കടമ്പനിട്ടയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രന്റെ നീതി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞങ്ങൾ. കള്ളിയങ്കാട്ട് കറുത്ത നീ, കള്ളിയങ്കാട്ട് കറുത്ത
തലയോടുകൾ കവിതയുടെ മുത്തു പൊട്ടിച്ചിതറിയൂർന്ന കിരണങ്ങൾ, പല്ലുകൾ, നഖങ്ങൾ, മലമേടക്കിടാത്തിയുടെ ചില്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി കവിതയുടെ മുന്നിലുരിയാടുക സമസ്തം. കളവരുത് കളവരുത് രാത്രിയുടെ പുത്രി. വേലിമല കഴുകി തുടച്ചു നരിമടകളിൽ കാടുവാഴുന്ന വനദേവതകൾ പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി മിഴികവിയുന്ന ചോരയാ കളിമൺചരാകുകൾ നിറച്ചു കത്തിപ്പതും കാട്ടിൽ അകാലത്ത് കാർത്തിക തീർപ്പതും പുകയൂതിയൂതി പറപ്പിച്ചെരുക്കിന്റെ മറവിൽ മറയുന്നതും മായാമയി നിന്റെ മംഗളവിഷാദങ്ങളല്ലേ. ഇടയച്ചെറുക്കന്റെ മുറ്റത്തു മുരളി കേട്ടറിയാതെ പൂക്കും അപൂർവജയമന്തിയെ ഇമചിമ്മിയറിയുമൊരു മിന്നലാൽ കരിയിച്ചു വനമേറി മാപ്പുമാപ്പെന്നു വിതുമ്പി നീർമുകിലായി പറക്കുന്നൊരമൃതമാം വികൃതിയും നാഞ്ചിനാട്ടെ കറുത്താര്യൻ പുളയ്ക്കുന്ന ചേരി മാണിക്യം തിരയും കഥനമോ. അവസാനമെന്തിനി കല്ലിയങ്കാടിന്റെ വിഷനീല മൗനം വെടിഞ്ഞു പേയും പുള്ളു മറുകൊലയും അലിവു ഭാവിച്ചു ചിരിക്കുന്ന വഴിയരികിൽ വള്ളിയമ്മൻ നടയിൽ വന്നു നീ. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു. പാർവതിപുരം കഴിഞ്ഞിത്തിരി നടക്കവേ പാതയോരത്തു ഞാൻ കണ്ടു. എച്ചിലില നക്കിത്തുടയ്ക്കുന്ന കുന്തിയായി ഒക്കത്തിരുന്നു വാകീറുന്ന കണ്ണനെ കൊത്താൻ വരും ബലിക്കാക്കയെ പായിക്കുമർദ്ധനഗ്നാംഗിയ പാണ്ടിക്കുറത്തിയ ചീരാമനെ തുടരിട്ടു നടത്തുന്ന പാവം കുരങ്ങാട്ടിയായി അമ്മി കൊത്തുന്ന വില്ലുപുരത്തെ ശിവകാമിയ നിന്നിൽ നിന്നും മൊഴിഞ്ഞുവോ കാത്താർക്കന്മദം. കള്ളിയങ്കാട്ടെ കറുത്ത നീ കള്ളിയങ്കാട്ടെ കറുത്ത നീ നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്ന കവിത പറയുന്നതും നേരോ. നിന്റെ കണ്ണുകളിൽ ഇപ്പോഴും തീനാളമുണ്ടെന്ന് കവിത പറയുന്നതും നേരോ. ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമബലോഭിരാമ പുടിലോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ സാമഗാനലഹ
ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ ഓരോ ജീവകണത്തിനുള്ളിലുമുണർന്നുദ്ദീപ്തമാ ധർമ്മസംസ്കാരോപാസകശക്തിയായി ചിരതപസങ്കൽപ്പ സംഗീതമായി ഓരോ മാസ്മരലോകമുണ്ട് അതിലെനിക്കെന്നന്തരാത്മാവിലെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ വാളല്ലെൻ സമരായുധം ചണചണധ്വാനം മുഴക്കിടുവാനാളല്ല എൻ കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഇന്നോളം കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമഗീതങ്ങളിൽ ഓണക്കോടിഞ്ഞൊറിഞ്ഞൊടുത്ത് കമുകിൻ പൊൻപൂങ്കുലച്ചാത്തുമായി പ്രാണപ്രേയസി കാവ്യകന്യ കവിളത്തൊന്നും മവച്ചിടവേ വീണക്കമ്പികൾ നീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻ്റെ കിളുന്നുകൾ കുതിരയെ പാദസ്വരം നൽകുവാൻ ഞാനീ ജാലകവാതിലി ചെറുകുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ നിത്യം ചിറകിട്ടടിച്ചു ചിതറി കീറി പറപ്പിച്ചുവോ ഞാനീ സർഗതപസ്സമാധിയിലിരിക്കുമ്പോ കൊടും കാറ്റുകൾ കോടക്കാറ്റിലടിഞ്ഞുലഞ്ഞ ചിടയും ചിക്കിക്കിടന്നിടുക കാടങ്ങിങ്ങ ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ നാടന്ത പ്രഹരങ്ങളേറ്റു കിടിലം കൊൾകേ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ്. മനുഷ്യൻ അവൻ്റെ ആവിർഭാവത്തിൻ്റെ പരിണാമത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കോടാനുകോടി വർഷങ്ങൾ ഉറങ്ങുന്ന മനുഷ്യപരിണാമത്തിൻ്റെ വഴിത്താരകളിൽ അവൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അവൻ പരിണമിച്ചെടുത്തു. നിങ്ങൾ നോക്കൂ, ആ സാങ്കേതിക വിദ്യ ഇന്ന് വർത്തമാന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മളുടെ നിത്യജീവിതത്തിൽ ഇടപെടുന്ന നവമാധ്യമങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. നവമാധ്യമങ്ങൾ എങ്ങനെയാണ് സാംസ്കാരിക നിർമ്മിതി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നവമാധ്യമങ്ങൾ നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് സർഗാത്മകതയുടെ വിളനിലമായിരുന്ന നമ്മുടെ കലാലയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ആ സർഗാത്മകതയുടെ വിളനിലങ്ങളായ ക്യാമ്പസുകളൊക്കെയും തന്നെ ഒരു നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തിലൂടെ അതിൻ്റെ സ്വാധീനത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഏറെ പ്രസക്തമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ഇന്ന് നമ്മൾ പഠിച്ചുപോയ ഒരു കലാലയങ്ങളുണ്ട്, നമ്മൾ പഠിച്ചുപോയ ക്ലാസ് മുറികളുണ്ട്. ഏത് പ്രണയമാദ്യമെയ്ത മെറ്റിൽഡ, കടൽ പെൻസിലിൽ കൗതുകം കാട്ടി പുത്തൻ വിസ്മയങ്ങൾ ചെയ്ത നബീസ, ഇടതുകാലിൽ കുരുക്കിയ പന്തുമായി കുതിരയെപ്പോലെ കുതിച്ച ക്ലമന്റ്, കുരിപ്പുഴ ശ്രീമാർ തന്റെ സ്കൂൾ ബാർ എന്ന കവിതയിൽ എഴുതി വെച്ചിരിക്കുന്ന മതരഹിതരായി മതിമറന്നു പഠിച്ച ആ ദിനങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്
നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ അതിൻ്റെ സ്വാധീനത്തിലകപ്പെട്ട് ലൈക്കുകൾക്കും ഷെയറുകൾക്കും മാത്രമായി മാറുന്ന സാമൂഹിക പ്രതിബദ്ധത കുറയുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അപരവൽക്കരണം എന്നത് ഏറെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ നോക്കൂ, വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നവർ, വ്യാജ വാർത്തകൾക്ക് ഏറെ പ്രചാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അപരവൽക്കരണം എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഏത് നിമിഷവും ഇന്നലകളിൽ സഹോദരനായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് ശത്രുവാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. എന്തിന്? ChatGPT പോലെയുള്ള, ജെമിനി പോലെയുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ പോലും യാതൊരു വിധത്തിലുള്ള ഉറപ്പുവരുത്തലുകളുമില്ലാതെ വാർത്തകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക നിർമ്മിതി എന്ന് പറയുന്നത് ഏറെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക നിർമ്മിതി ഏറ്റവും എളുപ്പം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഇന്നലെയുടെ നാളുകളിൽ നമ്മൾ എല്ലാവരെയും സഹോദരനായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ കാണുന്ന തലമുറകളൊക്കെയും തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തിൽ അവർ അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഈ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് നല്ലതിനു വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നല്ല നവമാധ്യമങ്ങൾ, ധ്രുവരാപ്തിയെ പോലെയുള്ളവർ ഇന്ത്യയുടെ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ട് എങ്ങനെയാണ് നവമാധ്യമങ്ങൾ ഇന്ത്യയുടെ മറ്റു പ്രൊപ്പഗണ്ടകളൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ട് ധ്രുവരാപ്തി എങ്ങനെയാണ് ഒരു സാധാരണ ജനങ്ങളെ സ്വാധീനിച്ചെന്നതും നമ്മൾ കണ്ടു. എന്നാൽ സാംസ്കാരിക നിർമ്മിതി എന്ന് പറയുന്നത് നാളെ ഒരു തലമുറയെ സ്വാധീനിക്കുന്നതാണ്. ഈ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് മരിയ മച്ചോഡ എന്ന് പറയുന്ന വെനിസ്വലൻ മനുഷ്യാവകാശ പ്രവർത്തകയ്ക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, മരിയ മച്ചാഡോ എന്തുകൊണ്ട് ആ മരിയ മച്ചാഡ സാമ്രാജ്യത്വത്തിന്റെ അടിയറ വയ്ക്കുന്ന നോബൽ സമ്മാനം അടിയറ വയ്ക്കുന്നു? എങ്ങനെയാണ് സാമ്രാജ്യത്വം ഈ ഒരു സോഷ്യൽ മീഡിയ വഴി കൂടി ആണ് ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, ഇതിനേക്കാൾ മനോഹരമായ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യനെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. പക്ഷേ സാങ്കേതിക വിദ്യകൾക്ക് മനുഷ്യത്വം കാണുകയില്ല, മാനവികത കാണുകയില്ല. ആ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് മനുഷ്യനും മനുഷ്യകുലത്തിനും വേണ്ടിയാകുമ്പോൾ മാത്രമേ അതിനെ നമ്മൾക്ക് ഒരു സാങ്കേതിക വിദ്യ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. നാളെയുടെ ചക്രവാളങ്ങളിൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ലോകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, സാംസ്കാരിക നിർമ്മിതി എന്ന് പറയുന്നത് മനുഷ്യൻ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സംസ്കാരം പടുത്തുയർത്തിയത്. ആ മണ്ണിൽ പടുത്തുയർത്തിയ സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനെ നാളെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. ചരിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനായോ എന്ന് ചോദിച്ച നവോത്ഥാനത്തിന്റെ ഇന്നലകളുടെ കാലഘട്ടം. ആ മനുഷ്യനായി തീർന്ന നവോത്ഥാനത്തിന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കൂ, അന്ന് നടത്തിയ ഇടപെടലുകൾക്ക് പോലും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടങ്ങളിൽ സാധിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നവമാധ്യമങ്ങളുടെ സംസ്കാര നിർമ്മിതി. എന്താണ് നവമാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ പുരോഗതി? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തോടെ ലോകം നമ്മുടെ കൈക്കുമ്പിളിൽ അമർന്നിരിക്കുന്നു. ഇന്ന് 4 ചുവരുകൾക്കുള്ളിലെ 2 സ്ക്രീനുകളിൽ ഒതുങ്ങുന്ന ലോകമാണ് ഇവിടെ നടന്നുള്ളത്. ഇന്ന് എവിടെയും ഏതു കോണിലും ലോകത്തിന്റെ ഏതു ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങളും നവമാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നു. ഇന്ന് നവമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ലോകം. അവർ പറയുന്നതാണ് നമുക്ക് സത്യം. അവർ എന്തെഴുതുന്നോ എന്തു പറയുന്നോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഈ നവമാധ്യമങ്ങളുടെ കടന്നുവരതോടെ എന്ത് സാംസ്കാരികമായ പുരോഗതിയാണോ നമുക്കുണ്ടായത്, അതിനേക്കാൾ കൂടുതലായി സാംസ്കാരികമായി അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫേസ്ബുക്കും വാട്സാപ്പും ട്വിറ്ററും മെസ്സഞ്ചറും പോലുള്ള എല്ലാ നൂതന നവമാധ്യമങ്ങളും അവരിലൂടെ വളർച്ചയൊടിക്കപ്പെടുന്ന സംഭവ വികാസങ്ങളും നമ്മുടെ ചിന്താശേഷിയും സാംസ്കാരികമായ പുരോഗതിയെ പോലും തച്ചുടച്ചിരിക്കുന്നു. നവമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ
എത്രത്തോളം സാംസ്കാരികമായി നാം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കു നേരെയും കുട്ടികൾക്കു നേരെയുമുള്ള ആക്ഷേപകരമായ പരാമർശങ്ങൾ, എൻ്റെ കൂടെയിരിക്കുന്ന വ്യക്തിയെ പോലും ചിന്തിക്കാതെ ഞാൻ എഴുതുന്നതും ഞാൻ പറയുന്നതും ആണ് സത്യമെന്ന് എനിക്ക് എന്തും ഏതും സമൂഹത്തോട് വിളിച്ചു പറയാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നവമാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തെ ചിന്താശേഷിയെ ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും നൂറ്റാണ്ടുകളായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് കലുഷിതമായൊരു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സാംസ്കാരികമായി ഒരുപാട് പുരോഗതിയിൽ എത്തിക്കാനും വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. സ്വന്തം സ്വത്വത്തെയും സ്വന്തം അവകാശ ബോധങ്ങളെയും വളർത്താൻ വേണ്ടിയും നമ്മുടെ മാധ്യമങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവകാശബോധം നമ്മുടെ സാംസ്കാരിക ചിന്താതലത്തെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് നാം ഇന്ന് അവകാശ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അവകാശങ്ങൾ പറയുന്നതോടൊപ്പം എൻ്റെ കൂടെയുള്ള സഹജീവികൾക്കും അവകാശങ്ങളുണ്ടെന്നും അവർക്കും വികാരങ്ങൾ ഉണ്ടെന്നും അവർക്കും കുടുംബവും ഉണ്ടെന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ സമൂഹത്തെ മാറ്റമായ രീതിയിൽ വളച്ചൊടിക്കൊണ്ടിരിക്കുന്നു. ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എയുടെ മാത്രം ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ടച്ച് സ്ക്രീനിൽ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വിർച്വൽ റിയാലിറ്റി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായി ചിന്തിക്കുന്നതിനപ്പുറം സാംസ്കാരികമായി ബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു തലമുറയും ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വായനയിലൂടെയും മറ്റും വളർത്തിയെടുക്കേണ്ട സംസ്കാരത്തെ പോലും കവച്ചു കൊച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ സംഭവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മാത്രമാണ് സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട്, ഇത് എഴുതുന്നത് മാത്രമാണ് ചിന്തിച്ചതെന്നുകൊണ്ട് മാത്രം നമ്മുടെ സമൂഹം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിന്റെയും സമ്പത്തിന്റെയും പ്രലോഭനത്തിൽ പല മുതലാളിത്ത ശക്തികളുടെയും താല്പര്യത്തിന് പുറത്ത്, കോർപ്പറേറ്റ് നയങ്ങൾ പുറപ്പെടുവിക്കുന്ന വിഷയങ്ങൾക്ക് പുറത്ത് അവർ വളച്ചൊടിക്കുന്നത്, അവർ സംഭവങ്ങളെ വളച്ചൊടിക്കുന്നത് അത് മാത്രമാണ് സത്യമെന്ന് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നു. എവിടെ പോയി നമ്മുടെ ചിന്താശേഷി? എവിടെ പോയി നമുക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള ബോധം? കൃത്രിമ ബുദ്ധിയുടെയും ഇതാണ് എൻ്റെ ബോധം എന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ആവശ്യമല്ലേ? തീർച്ചയായും നവമാധ്യമങ്ങൾ പലതരത്തിലും നമ്മുടെ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനും കൂടുതൽ ബോധങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാംസ്കാരികമായി കൂടുതൽ ഇടപെടുന്നതിനും സ്ത്രീകൾക്ക് മുന്നേറ്റങ്ങൾ നൽകുന്നതിനും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സംസ്കാരം ശൂന്യമായിട്ടുകൊണ്ട്, ചിന്തിക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ട്, വിർച്വൽ റിയാലിറ്റിയെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നതിന് നാം ഒരു മാറ്റം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനായി ഉള്ള ഒരു ചിന്താശേഷിയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രവുമതാകാം എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട്. ഇന്ന് നവമാധ്യമങ്ങളുടെ യുഗത്തിൽ ശാസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു വാക്ക് എഴുതിയാൽ മതി, അതിനെ സയൻസാക്കി മാറ്റാം. കഥകളെ, ചരിത്രത്തെയൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് സയൻസാണെന്ന ധാരണയിൽ ജനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നുണകളുടെ ഒരു വലിയ നിർമ്മിതി നടത്തുന്ന ഇടങ്ങളായി സംസ്കാരങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കുന്ന അവസ്ഥ നവമാധ്യമ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ യുഗത്തെ സത്യാനന്തര യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. പണ്ട് ഗീബൽസ് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്: ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമാവും എന്ന്. ഇന്നത്തെ ഗീബൽസ്മാർക്ക് അത് വളരെ എളുപ്പമാണ്. ഒരു നുണ 1000 ഫാമിലി ഗ്രൂപ്പുകളിലും 1000 തങ്ങളുടെ സഹപാഠികളുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്താൽ ഇത് വായിക്കുന്ന, ഇത് നുണയാണെന്ന ബോധ്യത്തോടെ അതിലേക്ക് തള്ളിവിട്ട ആൾക്ക് തന്നെ നാളെ ഇത് ശരിയാണോ എന്ന് തോന്നലുണ്ടാകും. ഈ തോന്നലുകളുടെ നിർമ്മിതി സത്യാനന്തര യുഗത്തിൽ വളരെ 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 എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലതും, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരും തിങ്ങി നിറഞ്ഞിരുന്ന ഒരു നാടിനെ നമ്മളങ്ങനെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ എന്ന് വാഴ്ത്തി പാടുമ്പോൾ നടത്തുന്നത് നമ്മുടെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ നിർമ്മിതിയാണ്. എല്ലാം ശരിയായിരുന്ന ഒരു നാട് നമുക്കുണ്ടായിരുന്നു എന്നും ആ നാട് വിദേശത്ത് നിന്നെത്തിയ പ്രത്യയശാസ്ത്രങ്ങൾ ഇല്ലാതെയാക്കിയതാണ് എന്നും
ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വന്നു ചേരുന്നത് ഒരു പുതിയ കപട സംസ്കാരത്തിൻ്റെ നിർമ്മിതിയാണ്. ഈ കപടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നിർമ്മിതി വളരെ എളുപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച, അവർക്ക് വേണ്ടി മരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടിയന്തരാവസ്ഥക്കാലത്ത് കിടക്കുമ്പോൾ എന്തേ ഗോപാല ചാവാത്ത എന്ന് ചോദിച്ച ഒരു മനുഷ്യനെ കുറിച്ച്, അയാളുടെ കൗമാരകാലത്തെ ചാബല്യങ്ങളെക്കുറിച്ച് നവമാധ്യമങ്ങളിൽ എഴുതിവിടാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് പോലും മടിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നവമാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ പ്രയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ വസ്തുതാപരമായി കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് കിട്ടുക ഒരു ലൈക്ക്, ഒരു കമന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിച്ചും അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ചോദ്യം ചെയ്തും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ സൈബർ വെട്ടുകിളികൾ വന്ന് നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അങ്ങനെ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്തോ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശബരിമലയിൽ സ്ത്രീകൾ കയറണോ കയറണ്ടയോ എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേറെ എന്തെങ്കിലും വിഷയമായി മാറുന്നത്. ഇത്തരം വിഷയങ്ങളുടെ നിർമ്മിതി വളരെ കൃത്യമായി നടക്കുകയാണ്. കേരളത്തിലെ സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ട, വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെ ചർച്ചയാവുന്നത് മതവും ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായ വർഗീയതയുമാണ്. അതിനുവേണ്ടി എങ്ങനെ ജനങ്ങളെ നേരിടാമെന്ന് ആലോചിച്ച് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന ജനങ്ങളുമായുള്ള നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൻ്റെ വോളണ്ടിയർ പരിശീലനങ്ങളിൽ ഉൾപ്പെടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം കപടമായ ആശയങ്ങൾ നമ്മളിലേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അപരൻ്റെ അവസ്ഥകളെ, അവൻ്റെ ഭക്ഷണത്തെ, അവൻ്റെ വേഷത്തെ, അവൻ്റെ ജീവിത രീതിയെ എല്ലാം അപഹസിക്കാൻ കഴിയുക, അവൻ്റെ പ്രത്യയശാസ്ത്രത്തെ, അവൻ്റെ ചിന്തകളെ എല്ലാം എങ്ങനെയാണ് ജനമനസ്സുകളിൽ കരിതേച്ച് കാണിക്കാൻ കഴിയുക? ഇതിനുള്ളൊരു ശ്രമം മാത്രമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയാണ് എത്തുക? അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈബർ ലോകത്തിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരനും സുഖത്തിനായി വരയണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്ക് തന്നെയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയിക്കാനുമാണ് നവമാധ്യമങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്ന സംസ്കാരത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നാട് നിലനിൽക്കൂ. അതല്ലെങ്കിൽ ജാതിയും മതവും ദുരാചാരങ്ങളും പറഞ്ഞ് തമ്മിൽ തല്ലി നശിച്ചു പോകുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറും എന്ന് മാത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല, പാപമൊന്നും ചെയ്തില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, കിനാവു കാണുകയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല, പാപമൊന്നും ചെയ്തില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, കിനാവു കാണുകയായിരുന്നു. കാടു കണ്ടും കാട്ടിരുട്ടിൽ കായ്ക്കിഴങ്ങു പറിച്ചു തിന്നു, കാടിരുക്കണിലുയിരുന്നു, കാടിനെന്റെ മനം കൊടുത്തു. കൂടുകൂട്ടി നടക്കവേ, ഞാൻ കൂടുകൂട്ടി നടക്കവേ, എൻ കണ്ണിനുള്ളിൽ കൂടുകൂട്ടിയ കിളികളെ കണ്ടു. എൻ കണ്ണിനുള്ളിൽ കൂടുകൂട്ടിയ കിളികളെ കണ്ടു. കിളിച്ചുണ്ടിൽ കവിത കുറുകിയ കതിരുകൾ കണ്ടു. കതിരുവാനാൻ കുളിരുകോരാൻ കൂടയേന്തി കുടം പേറി, കരളുളി കണ്ണുകൾ ചാട്ടി, കൊടുമഴുക്കൈപ്പണം നീട്ടി, ൂടുവഴികളിലൂരാളി കടുവയെ കണ്ടു. അവിടൊരേറുവാട് കൊമ്പിരന്റെ ജീവനും കണ്ടു. ഞാനുറങ്ങുകയായിരുന്നു, വിയർപ്പുകൊണ്ടിരുന്നു.
പുലർച്ചകൾ പല്ലിരിക്കെ കായിരിപ്പിൻ നഗരമുനകൾ കറുത്ത രശ്മികളായി ജ്വലിക്കെ ഞാനെന്തോ കണ്ടുവല്ലോ, ഞാനെന്തോ കേട്ടുവല്ലോ, ഞാനെന്തോ കണ്ടുവല്ലോ, ഞാനെന്തോ കേട്ടുവല്ലോ. അമ്പു കൊണ്ടു പിടഞ്ഞ മാറി മൂകരോധനമോ, കഴുത്തിൽ കത്തിയാമ പശുക്കിടാവെ അലറി വിളിയോ, വരണ്ടൊരു വയറു കീറിയ തവളയുടെ മരവിച്ച വിളിയോ, തലച്ചോ കീറി വച്ചൊരു ചത്ത കുഞ്ഞിൻ മിഴിച്ചട്ടികളോ. ഞാൻ വിതുമ്പുകയായിരുന്നു, വിലാപമാകുകയായിരുന്നു, ഞാൻ വിതുമ്പുകയായിരുന്നു, വിലാപമാകുകയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല, പാപമൊന്നും ചെയ്തില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, കിനാവ് കാണുകയായിരുന്നു, കിനാവ് കാണുകയായിരുന്നു. നമസ്കാരം. പണ്ടൊരു കാലത്ത് ഒരു പത്രാധിപർ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു, താങ്കൾ ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയി. ആ ജീവനക്കാരൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, യുദ്ധമില്ലല്ലോ. അപ്പോൾ ആ പത്രാധിപർ പറഞ്ഞത്, താങ്കൾ പോയിക്കോളൂ, യുദ്ധം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നാണ്. ആ പത്രാധിപരുടെ പേരാണ് വില്യം റാൻഡൽഫ്. ആദരണീയരായ വിധികർത്താക്കളെ, ബഹുമാന്യ ശ്രോതാക്കളെ, നമ്മൾ ഇന്നൊരു മാധ്യമത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ആധുനിക മാധ്യമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന നവ മാധ്യമങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം വില്യം റാൻഡൽഫിന്റെ ദ സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന് പറയുന്ന പത്രത്തിൻ്റെതായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രത്തിൽ എഴുതി പിടിപ്പിച്ച നൂറുകണക്കിന് നുണകളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പാനിഷ് അമേരിക്കൻ വാർ പൊട്ടിപ്പുറപ്പെട്ടു. ആ യുദ്ധത്തിൽ 20,000 പേരാണ് മരണപ്പെട്ടത്. പക്ഷെ ഇന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു യുദ്ധമല്ലാതെ ജനങ്ങളുടെ മനസ്സിനെ കൊല്ലുന്ന, കീഴടക്കുന്ന, സാംസ്കാരികമായി ഇല്ലാതാക്കുന്ന ഒരു പുതിയ മാധ്യമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരാണ് നവ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എവിടെയാണ് ഇതിന് ശരിയായ വിലയിരുത്തൽ നടത്തേണ്ടത്? നമുക്കറിയാം, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മാറ്റമില്ലാത്ത ഒന്ന് എന്ന് പറയുന്നത് മാറ്റം മാത്രമാണ്. പക്ഷേ മുൻകാലത്ത് നീല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക സാഗരത്തിന്റെ നീലിമയെക്കുറിച്ചോ നീലാകാശത്തിന്റെ ഭംഗിയെക്കുറിച്ചോ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക നീലചിത്രത്തെക്കുറിച്ചായിരിക്കും. സാംസ്കാരികമായി നവമാധ്യമങ്ങൾ നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു നേരുദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മളെ എന്ന് മഹാകവി വള്ളത്തോൾ നമ്മളോട് പറഞ്ഞു. നമ്മളിന്ന് നവമാധ്യമങ്ങളിലൂടെ പുതിയ വാക്കുകൾ തേടുകയാണ്. സാംസ്കാരികമായി ഉയരുന്നതിനുള്ള, മറിച്ച് സാംസ്കാരികമായി നമ്മളെ സ്വയം തരം താഴ്ത്തുന്നതിനു വേണ്ടിയുള്ള വാക്കുകൾ നമ്മൾ തേടിപ്പോകുന്നു. സായിപ്പിന്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവന് വിദേശിക്ക് ഒരു 4 അക്ഷരമുള്ള വാക്കുണ്ടായിരുന്നു. ആ വാക്കവൻ ആവശ്യത്തിനും അനാവശ്യത്തിനും പറഞ്ഞ് സ്വയം പുളകിനാകാറുണ്ടായിരുന്നു. അതുപോലെ ഒരു വാക്ക് ഇന്ന് മലയാളിയും തേടിയിരിക്കുന്നു. ആ വാക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുക എന്നത് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ, അതുവഴി സന്ദേശങ്ങൾ കൈമാറുന്നവരുടെ, അത് മാത്രം ഒരു മാധ്യമമായി കാണുന്ന യുവതലമുറയുടെ ഒരു പ്രധാന ലക്ഷണമായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടില് നവമാധ്യമങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിലുള്ള വിശകലനങ്ങൾ, വിമർശനങ്ങളൊക്കെ നടന്നിരുന്നു. TP ശാസ്ത്രമംഗലത്തിനെ പോലെയുള്ള ആളുകൾ നല്ല വിമർശനങ്ങള്, ക്രിട്ടിക്കുകളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്ന് സിനിമയുടെ വിമർശനം, സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത്? നവമാധ്യമങ്ങളിലൂടെ ഒരു തിയേറ്ററിന് മുമ്പിൽ വന്ന് നിൽക്കുക, നൂറുകണക്കിന് അല്ലെങ്കിൽ പല കണക്കിന് ക്യാമറകളുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നതാണോ സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ ഒരു ചലച്ചിത്രത്തെ വിലയിരുത്തേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളിലേക്ക് പുതിയ ആശയങ്ങൾ കൈമാറേണ്ടത്? ഇങ്ങനെയാണോ നവമാധ്യമങ്ങൾ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇടപെടൽ നടത്തേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മാധ്യമം പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചായിരിക്കണം. ഈ സ്വാധീനം നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ, ഫേസ്ബുക്ക് ആണെങ്കിൽ, യൂട്യൂബ് ആണെങ്കിൽ അതിലെ ഒരു കണ്ടന്റ് എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൈവരുന്നത്. ആ കണ്ടന്റ് എങ്ങനെ നൽകുന്നു? അത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും സ്വയം കളിയാക്കിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കുറ്റപ്പെടുത്തിയോ, അല്ലെങ്കിൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട്, സാമാന്യമായ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ ഇടപെടുന്നു, കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, സാംസ്കാരികപരമായ മൂല്യച്യുതിയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നവമാധ്യമങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണില്, നമ്മുടെ കയ്യില് തൊട്ടടുത്തേക്ക് എത്തുന്ന ഒരു സംഗതിയാണ്. ആ സംഗതി നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? വാക്കുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഉദാഹരണത്തിന്, നവമാധ്യമങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഔദ്യോഗികം. മലയാളത്തിൽ വളരെ നല്ല വാക്കുണ്ട്, ഔദ്യോഗികം. സ്ഥിരീകരണം. സ്ഥിരീകരണം എന്ന വാക്കിനെ നവമാധ്യമങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നത് അതിന് അർത്ഥവ്യത്യാസം പോലും വരുന്ന തരത്തിലുള്ള വാക്കുകളായി പലപ്പോഴും മാറ്റുന്നു. മലയാള ഭാഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? കോവിഡിന് ശേഷം സംഭവിച്ചതാണ്. നവമാധ്യമങ്ങൾ സ്ഥിരീകരണം, കോവിഡ് സ്ഥിരീകരിച്ചു. ഈ വാക്കുകളുടെ സൂക്ഷ്മതയില്ലായ്മ പലപ്പോഴും പുതിയ തലമുറ കാണുന്നത് ഈ വാക്കുകളാണ് പ്രധാനപ്പെട്ടത്, ശരിയെന്ന് വിശ്വസിച്ചു പോകുന്നു. പട്ടിയെ പേപ്പട്ടിയാക്കി, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാംസ്കാരിക രംഗത്തെ നവമാധ്യമങ്ങൾ മാറ്റുന്നുണ്ട്. എല്ലാവർക്കും അഭിവാദ്യങ്ങളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.